രാവിലെ വിഷുക്കണി കണ്ട് വിഷുക്കൈ നീട്ടം കൊടുക്കാൻ കാശെടുത്തപ്പോൾ അതിലൊരു നോട്ടിൻ്റെ അറ്റം ഇത്തിരി കീറിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കൈനീട്ടം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ അറ്റം കീറിയ നോട്ടും ലേശം ചുറ്റിക്കളിയുള്ള കസിനും ബാക്കിയായി. വന്ന ദിവസം മുതൽ അപ്പുറത്തെ ബന്ധിച്ചേച്ചിയുടെ +2 പഠിക്കുന്ന പെങ്കൊച്ചിനെ വായി നോക്കുന്ന ആ കള്ളകൃഷ്ണന് ഇച്ചിരി കീറിയ നോട്ട് കൊടുത്താലും തെറ്റില്ല. അത് അവന് തന്നെ കൊടുത്തു. ഉച്ചയ്ക്ക് സദ്യ കഴിഞ്ഞ് അയൽപ്പക്കത്തെ ബന്ധിച്ചേച്ചിക്ക് വിഷുക്കോടി കൊടുക്കാൻ പോയി. പകരം ചേച്ചി എനിക്കും കൈനീട്ടം തന്നു. നോക്കിയപ്പോ രാവിലെ കസിന് കൊടുത്ത അതേ അറ്റം കീറിയ നോട്ട്. ഞാൻ വന്ന പാടെ അവനെ പൊക്കി. അപ്പുറത്തെ പെണ്ണിനെ സെറ്റാക്കാൻ നോക്കി, പക്ഷേ കൈനീട്ടം ഒന്നും കൊടുത്തില്ല. വിശദമായി ചോദിച്ചപ്പോ അവന്റെ പെങ്ങക്ക് കൈനീട്ടം കൊടുത്തത് ആ നോട്ടാണ്. അവൾ അത് അമ്മയ്ക്ക് കൊടുത്തു. ബിന്ദു ചേച്ചി പായസം തരാൻ അടുക്കളപ്പുറത്ത് വന്നപ്പോൾ അമ്മ അവർക്ക് കൈനീട്ടം കൊടുത്തതും ആ നോട്ടാണ്. ചേച്ചിയുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയതും അതേ നോട്ട്. എനിക്ക് കാര്യം മനസ്സിലായി. കീറിയ നോട്ടായതുകൊണ്ട് അത് തന്നെ കൈനീട്ടം കൊടുക്കാൻ എല്ലാവർക്കും വലിയ ഉത്സാഹമായിരുന്നു. കാശ് വരും പോകും, ചിലപ്പോൾ തിരിച്ചു വരും. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.